أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم اتخذوا آلهة من الأرض هم ينشرون لو كان فيهما آلهة إلا الله لفسدتا فسبحان الله رب العرش عما يصفون لا يسأل عما يفعل وهم يسألون أم اتخذوا من دونه آلهة قل هاتوا برهانكم هذا ذكر من معي وذكر من قبلي بل أكثرهم لا يعلمون الحق وهم معرضون وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ അംബിയായിലെ 21 മുതൽ 25 കൂടി 5 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമിത്തഖദൂ ആലിഹതം മിനൽ അർളി ഹും യുൻശിറൂൻ. അല്ലെങ്കിൽ ഇത്തഖദൂ ആലിഹതൻ, അവർ ഇലാഹുകളെ, അവർ ആരാധ്യന്മാരെ സൃഷ്ടിക്കുകയാണോ? മിനൽ അർളി, ഈ ഭൂമിയിൽ നിന്ന്, ഹും അവർ, യുൻശിറൂൻ പുനർജനിക്കാൻ വേണ്ടിയിട്ട്, അവർ പുനർജീവിപ്പിക്കാൻ കഴിവുള്ള, ഭൂമിയിൽ തന്നെ പുനർജീവിപ്പിക്കാൻ കഴിവുള്ള ആരാധ്യന്മാരെ ഉണ്ടാക്കുകയാണോ, സ്വീകരിക്കുകയാണോ? ലൗകാന ഫീഹിമ, അവ രണ്ടിലും ഉണ്ടായിരുന്നുവെങ്കിൽ, ആകാശത്തും ഭൂമിയിലും ഉണ്ടായിരുന്നുവെങ്കിൽ, ആലിഹത്തുൻ ഇലാഹുകൾ, ആരാധ്യന്മാർ, ഇല്ലല്ലാഹു അള്ളാഹുവിനെ കൂടാതെ ആരാധ്യന്മാർ ആകാശഭൂമികളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, ലഫസദത, അത് രണ്ടും തകർന്നു പോകുമായിരുന്നു, അവ രണ്ടും തകരാറിലാകുമായിരുന്നു. ഫസുബ്ഹാനല്ലാഹ്, അപ്പോൾ അള്ളാഹുവിന് സ്തുതി, അഥവാ അള്ളാഹു എത്ര പരിശുദ്ധനാണ്. റബ്ബിൽ അർശി, സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു എത്ര പരിശുദ്ധനാണ്. അമ്മാ യസിഫൂൻ, അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്നും. ലാ യുസ്അലു, അവൻ ചോദ്യം ചെയ്യപ്പെടുകയില്ല. അമ്മാ യഫ്അലു, അവൻ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച്, അള്ളാഹു പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് അള്ളാഹുവിനോട് ആരും ചോദിക്കുകയില്ല. വഹും യുസ്അലൂൻ, എന്നാൽ അവർ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും, അവരോട് ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. അമിത്തഖദു, അവർ സ്വീകരിക്കുകയാണോ, മിൻ ദൂനിഹി, അള്ളാഹുവിനെ കൂടാതെ, ആലിഹത്തുൻ ഇലാഹുകളെ, അള്ളാഹുവിനെ കൂടാതെ, അമിത്തഖദു മിൻ ദൂനിഹി ആലിഹത്തൻ, അള്ളാഹുവിനെ കൂടാതെ അവർ ഇലാഹുകളെ സ്വീകരിക്കുകയാണോ? കൊൽ, നബിയെ താങ്കൾ പറയുക, ഹാത്തു ബുർഹാനക്കും, നിങ്ങൾ നിങ്ങളുടെ തെളിവ് കൊണ്ടുവരും. ഹാദാ ദിക്റു, ഇത് ഉത്ബോധനമാണ്, മയ്യ, എൻ്റെ കൂടെയുള്ളവർക്ക്, ഇത് എൻ്റെ കൂടെയുള്ളവർക്ക് ഉള്ള ഉത്ബോധനമാണ്. വദിക്റു മൻ ഖബ്ലി, എനിക്ക് മുമ്പുള്ള ആളുകൾക്കുമുള്ള ഉത്ബോധനമാണ്, എനിക്ക് മുമ്പുള്ളവർക്കുമുള്ള ഉത്ബോധനം ഇത് തന്നെയാണ്. ബൽ, എന്നാൽ അക്സറുഹും, അവരിൽ അധിക പേരും, ലാ യഅലമൂനൽ ഹഖ, യാഥാർത്ഥ്യം അറിയുന്നില്ല. എന്നാൽ അവരിൽ അധിക പേരും യാഥാർത്ഥ്യങ്ങളെ അറിയുന്നില്ല. വഹും മുഅരിദൂൻ, അവർ പിന്തിരിയുന്നവരാണ്, അഥവാ അവർ പിന്തിരിയന്മാരാണ്. വമാ അർസൽന, നാം അയച്ചിട്ടില്ല, മിൻ ഖബ്ലിക, നിനക്ക് മുമ്പ്, മിർ റസൂലിൻ, ഒരു ദൂതനെയും, നാം നിനക്ക് മുമ്പ് ഒരു ദൂതനെയും അയച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി, ആ ആൾക്ക് വഹി അറിയിച്ചിട്ടല്ലാതെ, അദ്ദേഹത്തിന് ഉത്ബോധനം കേൾപ്പിച്ചിട്ടല്ലാതെ, അറിയിച്ചിട്ടല്ലാതെ, അന്നഹു, തീർച്ചയായും, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഇലാഹായി ആരുമില്ല. ലാ ഇലാഹ, ഇലാഹില്ല, ആരാധ്യനില്ല, ഇല്ലാ അന, ഞാനല്ലാതെ, ഫഅ്ബുദൂൻ, അതുകൊണ്ട് എന്നെ നിങ്ങൾ ആരാധിക്കുക എന്ന്
ഉത്ബോധനം നടത്തിയിട്ടല്ലാതെ ഒരാളെയും നിനക്ക് ദൂതരായി നാം അയച്ചിട്ടേയില്ല. നേരത്തെ മലക്കുകളുടെ അള്ളാഹുവിന് കളി തമാശയായിട്ടോ വേറെ ഏതെങ്കിലും നിലക്കോ അള്ളാഹുവിന് പ്രകീർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാനാണെന്ന് വിചാരിച്ചാൽ അള്ളാഹുവിന് മലക്കുകളുണ്ട്, അള്ളാഹുവിൻ്റെ സമീപസ്ഥരായ ഒരുപാട് സൃഷ്ടികളുണ്ട്, അവരെ സൃഷ്ടിച്ചാൽ മതിയായിരുന്നു. ഇത് കളി തമാശയല്ല, ഇതൊരു അനിവാര്യമായ അഥവാ മറ്റുള്ളവർക്ക് അവർക്ക് സ്വർഗലബ്ധിക്ക് പറ്റുന്ന വിധത്തിലുള്ള ഒരു സൃഷ്ടിപ്പാണ് ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് എന്ന് അള്ളാഹു മനസ്സിലാക്കി കൊടുക്കുക. അതല്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്യാൻ വേണ്ടി ചുറ്റുമുള്ള മലക്കുകൾ രാവും പകലും ഒരു ക്ഷീണവുമില്ലാതെ ഒരു തളർച്ചയില്ലാതെ അവർക്കത് നിർവഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അള്ളാഹു പറയുന്നത് സത്യനിഷേധികളായ ബഹുദൈവ ആരാധകരെ സംബന്ധിച്ചിട്ടാണ്. അവർ മറ്റ് ഇലാഹിനെ സ്വീകരിക്കുന്നത് എന്തിനാണ്? ഇത്തഹദു ആലിഹത്തൻ മിനൽ അർളി, അവരെന്തിനാണ് ഈ ഭൂമിയിൽ നിന്ന് ഇലാഹുകളെ സൃഷ്ടിക്കുന്നത്? ആ സൃഷ്ടിക്കുന്നത് ഹും യുൻഷിറൂൻ, അവർ പുനർജീവിപ്പിക്കപ്പെടും ഇവിടെ, അതിനു വേണ്ടിയിട്ടാണ്. അവരുടെ പുനർജീവിതം ജനിച്ചതിന് ശേഷം മരണം വീണ്ടും ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്ത് തന്നെ നടക്കണം എന്നാണ് അവർക്ക് ആഗ്രഹം. അതിനുവേണ്ടി അവർ തന്നെ ഇലാഹുകളെ കണ്ടെത്തുകയാണ്, അവർ തന്നെ ഇലാഹുകൾ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ പൊള്ളത്തരമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു, അള്ളാഹുവിനെ കൂടാതെ ഈ ആകാശഭൂമിയിൽ മറ്റ് ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, ആരാധ്യന്മാരുണ്ടായിരുന്നുവെങ്കിൽ ഫസദത, അത് രണ്ടും തകർന്നു പോകുമായിരുന്നു, തകരാറിലാകുമായിരുന്നു. ഫസുബ്ഹാനല്ലാഹ്, അള്ളാഹു പരിശുദ്ധനാണ്. റബ്ബിൽ അർശി, സിംഹാസനത്തിൻ്റെ ഉടമയായ അമായസിഫൂൻ, അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്ന്. അതായത് ഈ ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാതെ വേറെയും ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു വാഹനത്തിന് പോലും 2 ഡ്രൈവർമാർ, 2 നിയന്ത്രകർ ഉണ്ടാകാൻ കഴിയില്ലല്ലോ. ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരാജയപ്പെടുന്ന ഉറപ്പാണ്. ഈ കോടാനകോടി നക്ഷത്രങ്ങളും ഗോളങ്ങളും ഉള്ള ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമുള്ള ഈ ഗാലക്സി, അല്ലെങ്കിൽ ഇതൊക്കെ കൂടി അടങ്ങിയിട്ടുള്ള ഈ ലോകം, ഇവിടെ 2 ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഊഹിക്കാൻ തന്നെ പറ്റില്ല. കാരണം അതിന് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. ഒരാൾക്ക് മാത്രമേ ഇതിൻ്റെ ഘടന നേരാക്കി നിർത്താൻ പറ്റുന്ന ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ട സംഗതി തന്നെയാണ്. ഒരു ഇലാഹും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് എന്നേ തകരാറിലാകുമായിരുന്നു എന്നുള്ള മനസ്സിലാക്കി കൊടുക്കണം. ലാ യുസ് അലു അമ്മായഫ് അലു ഹും യുസ് അലു. അള്ളാഹു എന്ത് ചെയ്താലും അള്ളാഹിനോട് ആരും ചോദിക്കാനില്ല. കാരണം അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹു കാഹിറാണ്, എല്ലാം നിയന്ത്രിക്കുന്ന ആളാണ് അള്ളാഹു. അങ്ങനെയുള്ള അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ അവരില്ല. പക്ഷേ അവർ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹിൻ്റെ സൃഷ്ടികളാണ് ബാക്കിയുള്ള ആൾക്കാർ, അവരെന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റി ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നുകൂടി അള്ളാഹു മനസ്സിലായി തരും. അമിത്തഹദു മിൻ ദൂനിഹി ആലിഹ, അതല്ല, അവർ അള്ളാഹുവിനെ കൂടാതെ ആരാധ്യന്മാരെ സ്വീകരിക്കുകയാണ്. ആരാധ്യന്മാർ യഥാർത്ഥമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ ഖുൽ ഹാത്തു ബുർഹാനക്കും, നിങ്ങൾ നിങ്ങളുടെ അടുക്കലിൻ്റെ തെളിവ് കൊണ്ടുവരും. നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരും. വേറെയും ഇലാഹുണ്ട് എന്നാണെങ്കിൽ തെളിവ് കൊണ്ടുവരും. 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിൽ ഈ രൂപത്തിൽ ആയത്തിറങ്ങിയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് ഒരാളെയും ശരിക്കും അറബി അറിയുന്ന, അതുപോലെ തന്നെ വാനനിരീക്ഷണവും മറ്റുമൊക്കെ സംഗതി കൃത്യമായി നടത്തിയിരുന്ന ആളുകളെ മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹു ഒന്നുകൂടി പറഞ്ഞു, ഹാദാ ദിക്റുമ മഴിയ, എൻ്റെ കൂടെയുള്ളവർക്കുള്ള ഉൽപാദനമാണ്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം വന്ന, അദ്ദേഹത്തിൻ്റെ സമകാലികരും അതിന് ശേഷവും വന്നിട്ടുള്ള ആളുകൾക്കൊക്കെയുള്ള ഉൽപാദനം ഇതാണെങ്കിൽ, അതേപോലെ തന്നെ വദിക്റുമൻ ഖബ്ലി, എനിക്ക് മുമ്പുള്ളവർക്കും, ക്രിസ്തീയ അതുപോലെ തന്നെ ജൂത വിഭാഗത്തിൽപ്പെട്ട മജൂസികളായ അതുപോലെയൊക്കെയുള്ള ആളുകൾ, മുൻകാല പ്രവാചകന്മാരുടെ കീഴിലുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ആളുകൾ, അവർക്കൊക്കെയും ഉള്ള ഉത്ബോധനം ഇത് മാത്രമാണ്. ഇനി വേറൊരു ഉത്ബോധകനും വരാനില്ല. മുമ്പ് വന്നതൊന്നും സ്വീകാര്യവുമല്ല, അതൊക്കെ കാലഹരണപ്പെട്ടു പോയി. പലരുടെയും കൈകടത്തലുകൾക്ക് വിധേയമായിക്കൊണ്ടും മറ്റു നിലക്കും അതിനി വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മുമ്പുള്ളവർക്കും എൻ്റെ കൂടെയുള്ളവർക്കുമുള്ള ഉത്ബോധനം ഇതാണ്. ബൽ അക്സറുഹും ലാ യഅലമൂനൽ ഹഖ്, എന്നാൽ അധികം ആളുകളും യാഥാർത്ഥ്യം അറിയുന്നില്ല. വഹും മുഅ്രിദൂൻ, അവർ പിന്തിരിഞ്ഞു കളയാണ്. യാഥാർത്ഥ്യത്തിൻ്റെ അടുത്തേക്ക് അടുക്കാതെ പിന്തിരിഞ്ഞു കളയുന്നൊരു സ്വഭാവമാണ് എക്കാലവും സത്യനിഷേധികളായ ആളുകൾക്ക് ഉണ്ടാവുക. അവരതിനടുത്തേക്ക് വന്നു നോക്കുകയോ
അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഗ്രഹിക്കാൻ നോക്കുകയോ ചെയ്യല്ല, മറിച്ച് അവർ നേരത്തെ തന്നെ അത് ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് മുഴുനീങ്ങളാണ്, പിന്തിരിഞ്ഞ് കളയുന്ന ഒരു സ്വഭാവമായിരിക്കും ഈ ആളുകൾക്ക് ഉണ്ടാവുക. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി, നാം വഹി അറിയിച്ചുകൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു ദൂതനെയും അയച്ചിട്ടില്ല. അന്നഹു, അതായത് ലാ ഇലാഹ ഇല്ലാന, ഞാനല്ലാതെ നിങ്ങൾക്ക് ഇലാഹില്ല. ഫഅബ്ദൂൻ, നിങ്ങൾ എന്നെ ആരാധിക്കുക, എന്നെ ആരാധിക്കുക, ഞാനല്ലാതെ നിങ്ങൾക്ക് ആരാധനയില്ല എന്ന് പറയാത്ത, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി ആരുമില്ല എന്ന് പറയാത്ത, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താത്ത ഒരു ഒരു ദൂതനും ഒരു പ്രവാചകനും മുൻ കടന്നു പോയിട്ടില്ല എന്ന് അള്ളാഹു കൃത്യമായിട്ട് പറയുന്നു. ഒരൊറ്റ ആളും ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നല്ലാതെ അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റൊരാളില്ല, എന്നെ ആരാധിക്കണമെന്ന് ആരും പറഞ്ഞില്ല. പറഞ്ഞവരൊക്കെ പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, എന്നെ അനുസരിക്കുക എന്ന്. ഞാൻ നിങ്ങളെ അള്ളാഹുവിലേക്ക് എത്തിച്ചു തരാം എന്നല്ലാതെ ഞാൻ അള്ളാഹു ആണെന്ന് ഒരു പ്രവാചകനും പറഞ്ഞിട്ടില്ല, ഒരാൾക്കത് പറയാൻ കഴിയില്ല. ഇത് അള്ളാഹു നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തരാം. കാര്യങ്ങൾ ഗൗരവത്തോടുകൂടി കാണുക. പടച്ച തമ്പുരാനിൽ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുക. അള്ളാഹ്ക്കത് ഇഷ്ടമല്ല. ആരാണെങ്കിലും ചെയ്തതിൽ വേറൊരാളെ കൂടി പങ്കു ചേർക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്കത് അംഗീകരിക്കാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒറ്റക്കാണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്. അവനിൽ പങ്കാളികൾ ചേർക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ഒരു നിലക്കും ശിർക്ക് ചേർക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു ഇതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു മാപ്പാക്കി തരട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.